عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن سيدنا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الرسول لا يحزنك الذين يسارعون في الكفر من الذين قالوا آمنا بأفواههم ولم تؤمن قلوبهم. صدق الله مولانا العلي العظيم. اللهم ألهمنا مراشد أمورنا وأعذنا من شرور أنفسنا ومن سيئات أعمالنا. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. അല്ലാഹു നമ്മുടെ ഉദ്ദേശിച്ചവരുടെ കബൂലാക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയി മുഴുവൻ വീഴ്ചകളും അല്ലാഹു മാപ്പാക്കി തരുമാറാകട്ടെ. ശിഷ്ടകാല ജീവിതം അല്ലാഹുവിൻ്റെ തൃപ്തിയിലായി പൊരുത്തത്തിലായി ജീവിച്ച് മരിക്കാൻ അല്ലാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ രഹസ്യ പരസ്യങ്ങളൊക്കെ കൃത്യമായി അറിയുകയും നിരീക്ഷിക്കുകയും ചെയ്യുന്ന റബ്ബിനെ സദാസമയവും സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നോടും നിങ്ങളോടും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു നമ്മുടെ എല്ലാ രഹസ്യങ്ങളും പരസ്യങ്ങളും നന്നാക്കി തരുമാറാകട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, മാനവ സമൂഹത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദരിച്ചിരിക്കുന്നു എന്ന് വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം. വലഖദ് കറംനാ ബനീ ആദം വഹമൽനാഹും ഫിൽ ബർരി വൽ ബഹർ. ആദം സന്തതികളെ നാം ആദരിച്ചിരിക്കുന്നു. സർവ സൗഭാഗ്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം സന്തതികൾക്ക് നൽകി. അരുവികൾ ഒഴുകുന്ന ആരാമങ്ങളും ഫലഭൂഷ്ടമായ തോട്ടങ്ങളും നയനാനന്ദകരമാകുന്ന കാഴ്ചകളും, അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ അല്ലാഹു നമുക്ക് നൽകിയിട്ടുണ്ട്. എന്നാൽ ഇതിലൂടെ ഒന്നും അല്ല മനുഷ്യൻ ആദരിക്കപ്പെടുന്നത്. ഈ ദുനിയാവിൻ്റെ ഏതെങ്കിലും വസ്തുക്കൾ നൽകി എന്നതിൻ്റെ പേരിലല്ല മനുഷ്യനെ അല്ലാഹു ആദരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞത്. മറിച്ച് അല്ലാഹു എന്തിലൂടെ ആദരിച്ചു എന്നതിന് ഉത്തരവും വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുണ്ട്. വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹ. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ കാര്യങ്ങളുടെയും അറിവ് മനുഷ്യന് പഠിപ്പിച്ചു കൊടുത്തു എന്നതുകൊണ്ടാണ് മനുഷ്യൻ ആദരിക്കപ്പെടുന്ന വ്യക്തിയായത് എന്ന് വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് അറിവ് എന്നതൊരു വെളിച്ചമാണ്, അതൊരു ശക്തിയാണ്, അതൊരു പ്രതിരോധമാണ്. പരമാത്മാവും ജീവാത്മാവുമാണ് അറിവ് എന്നുള്ളത്. എക്കാലവും മനുഷ്യന് സർവ്വ ആദരവും മഹത്വവും നൽകപ്പെടുന്നതും അറിവിലൂടെയാണ്. അറിവില്ല എങ്കിൽ മനുഷ്യൻ വട്ടപൂജ്യമാണ്. അതുകൊണ്ടാണ് ഖുർആൻ ചോദിക്കുന്നത്, ഖുൽ ഹൽ യസ്തവിൽ ലദീന യഅലമൂൻ വല്ലദീന ലാ യഅലമൂൻ. അറിവുള്ള വ്യക്തികളും അറിവില്ലാത്ത വ്യക്തികളും സമന്മാരാകുമോ?
അവർ തുല്യരാണോ? അറിവുള്ളവരും അറിവില്ലാത്തവരും തമ്മിൽ വ്യത്യാസമില്ലേ? വിശുദ്ധ ഖുർആന്റെ ചോദ്യമാണ്. അതുകൊണ്ട് അറിവിലൂടെയാണ് മനുഷ്യന് ഈ പറഞ്ഞ നേട്ടങ്ങളൊക്കെയും ലഭ്യമാവുക. ആദ്യകാലം മുതൽക്ക് തന്നെ മനുഷ്യന് അറിവ് നേടാനുള്ള ഏറ്റവും സുന്ദരമായ ഒരു മേഖലയായിരുന്നു മദ്രസകൾ എന്ന് പറയുന്നു. മദ്രസ സംവിധാനങ്ങൾ. അന്ന് മുസ്ലിമും അമുസ്ലിമുമായ ധാരാളം വിദ്യാർത്ഥികൾ മദ്രസയെ അവരുടെ പഠന കേന്ദ്രമായി അവരാശ്രയിച്ചിരുന്നു. പഠനം നടത്തിയിരുന്നത് മദ്രസകളിലാണ്. കാരണം മദ്രസകളിൽ അന്ന് ഗണിതശാസ്ത്രം പഠിപ്പിക്കും, ഭൂമിശാസ്ത്രം പഠിപ്പിക്കും, വാനശാസ്ത്രം പഠിപ്പിക്കും, വൈദ്യശാസ്ത്രം പഠിപ്പിക്കും. തുടർന്ന് ഏതെല്ലാം മനുഷ്യ മേഖലകൾക്ക് ആവശ്യമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഏതെല്ലാം മേഖലകളുണ്ടോ അതൊക്കെ വസ്തുനിഷ്ഠമായി പഠിപ്പിക്കപ്പെട്ടിരുന്നു മദ്രസകളിൽ. ധാരാളം ശാസ്ത്രജ്ഞരെയും പണ്ഡിതരെയും രാജ്യത്തിന് സമർപ്പിക്കാൻ മദ്രസകൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇന്ത്യ രാജ്യത്തെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന മൗലാന അബുൽ കലാം ആസാദ്, ആ അബുൽ കലാം ആസാദിനെ ഇന്ത്യക്ക് സമ്മാനിച്ചത് സഹോദരങ്ങളെ മദ്രസകളായിരുന്നു. മിസൈൽ മാൻ എന്നറിയപ്പെടുന്ന APJ അബ്ദുൽ കലാം, നമ്മുടെ ഇന്ത്യയുടെ മുൻ പ്രസിഡന്റ്, അദ്ദേഹം മദ്രസയിൽ പഠനം നടത്തിയ ആളായിരുന്നു. അദ്ദേഹത്തിന്റെ പിതാവ് ഒരു മദ്രസ അധ്യാപകനുമായിരുന്നു, APJ അബ്ദുൽ കലാമിന്റെ പിതാവ്. അങ്ങനെ നോക്കിയാൽ ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന രാജാറാം മോഹൻ റോയി മദ്രസ സംവിധാനത്തിലൂടെയാണ് ആ വ്യക്തി പഠനം നടത്തിയത്. ഇങ്ങനെ നോക്കിയാൽ ധാരാളം ചിന്തകരെ, എഴുത്തുകാരെ, രാജ്യസ്നേഹികളെ, കലാകാരന്മാരെ, യോദ്ധാക്കളെ ഇന്ത്യക്ക് സമ്മാനിക്കാൻ മദ്രസകൾക്ക് കഴിഞ്ഞു എന്നതൊരു വസ്തുതയാണ്, യാഥാർത്ഥ്യമാണ്. അതിനെ തിരുത്താനോ അത് ഇല്ല എന്ന് സമർത്ഥിക്കാനോ ആർക്കും സാധ്യമല്ല. ഇന്നും അത് തെളിവുകളുടെ രേഖയാൽ ആലേഖനം ചെയ്യപ്പെട്ട് ഇന്നും നമ്മുടെ മുമ്പിൽ തുറന്ന പുസ്തകം പോലെ വെളിച്ചപ്പാടിൽ കൃത്യമായി തുറന്നു കിടക്കുന്ന ഒരു വസ്തുതയാണ്. ഏഷ്യയിലെ ഏറ്റവും വലിയ ദീനീ കലാലയമായി അറിയപ്പെടുന്നതാണ്, ഞാനും ഇവിടെയുള്ള മിക്ക ഉസ്താദുമാരും പഠിച്ച സ്ഥാപനമായ ദാറുൽ ഉലൂം ദൈവബന്ധു എന്നറിയപ്പെടുന്ന സ്ഥാപനം. ആ ദൈവബന്ധിൽ ഇന്നും ജ്വലിച്ചു നിൽക്കുന്ന ആ സ്ഥാപനം ദാറുൽ ഉലൂം എന്ന മഹത്തായ പ്രസ്ഥാനം സഹോദരങ്ങളെ, അത് സ്ഥാപിതമാകുന്നത് തന്നെ ബ്രിട്ടീഷുകാർക്കെതിരെ പടപൊരുതാൻ രാജ്യസ്നേഹികളായ ധീരന്മാരായ പണ്ഡിതന്മാരെ രാജ്യത്തിന് സമ്മാനിക്കുക എന്ന ലക്ഷ്യം കൂടി മുന്നിൽ കണ്ടുകൊണ്ടായിരുന്നു എന്ന് അതിന്റെ ബാനിയും അതിന്റെ നടത്തിപ്പുകാരും കൃത്യമായ രേഖകളിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതേപോലെ അതിനെ തുടർന്നുണ്ടായതാണ് മദാഹിറുൽ ഉലൂം സഹാറൻപൂരിൽ സ്ഥാപിതമായിരിക്കുന്ന, UP-യിൽ സ്ഥാപിതമായിരിക്കുന്ന മദാഹിറുൽ ഉലൂം എന്ന സ്ഥാപനം. അതേപോലെ UP-യിലെ തന്നെ ലക്നോയിൽ സ്ഥാപിതമായിരിക്കുന്ന ദാറുൽ ഉലൂം നദ്വത്തുൽ ഉലമ എന്ന് പറയുന്ന, ഇന്നും നദ്വികളും ഖാസിമികളും മദാഹിരികളും പഠിച്ചിറങ്ങുന്ന സ്ഥാപനങ്ങൾ. ഇതൊക്കെയും ഇതിന്റെയൊക്കെ പിന്നിൽ അതിന്റെ സ്ഥാപിത ലക്ഷ്യം എന്ത് എന്ന് പറയുന്നിടത്ത് ബ്രിട്ടീഷുകാർക്കെതിരെ അല്ലെങ്കിൽ ഇന്ത്യയെ കൊല്ലാൻ വന്ന, ഇന്ത്യയെ നശിപ്പിക്കാൻ വന്ന ധിക്കാരികൾക്കെതിരെ പടപൊരുതാൻ വേണ്ടി സ്ഥാപിക്കപ്പെട്ട സ്ഥാപനങ്ങളും അവർ രചിക്കപ്പെട്ട ഗ്രന്ഥങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ അന്നത്തെ കാലത്ത് രചിച്ച ഗ്രന്ഥങ്ങളിൽ ഭൂരിഭാഗവും ഈ ബ്രിട്ടീഷുകാർക്കെതിരെ, ഇന്ത്യയെ നശിപ്പിക്കാൻ വരുന്ന ധിക്കാരികൾക്കെതിരെ പോരാടിയാൽ കിട്ടുന്ന പ്രതിഫലവും അതിന് തയ്യാറായിരുന്ന മഹത്തുക്കളുടെ ലിസ്റ്റും ആ പണ്ഡിതരുടെ ഒരു ഘോഷയാത്ര തന്നെ ആ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് ഈ പറയപ്പെടുന്ന ഈ മഹത്തായ പ്രസ്ഥാനങ്ങളൊക്കെയും സ്ഥാപിതമായ ലക്ഷ്യം അതുകൊണ്ട് അത് തന്നെ അതും ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യമായി നമുക്ക് കാണാൻ കഴിയും. ഇന്നത്തെ ഇംഗ്ലീഷ് ഭാഷയുടെ സ്ഥാനത്തായിരുന്നു അന്ന് പേർഷ്യൻ ഭാഷ എന്ന് പറയുന്ന ഫാരിസി ഭാഷ. അത് ഏറ്റവും സുന്ദരമായി കൈകാര്യം ചെയ്യപ്പെട്ടിരുന്നത് മദ്രസകളായിരുന്നു. അതുകൊണ്ട് തന്നെ ജാതി മത വ്യത്യാസമില്ലാതെ മദ്രസ പഠനവും രീതിയും ശൈലിയും ജനങ്ങളെ വല്ലാതെ ആകർഷിച്ചിരുന്നു. ജനങ്ങൾ അതിലേക്ക് ആകൃഷ്ടരായിരുന്നു, ആ ഭാഷയിലേക്ക്. ഇംഗ്ലീഷ് ഭാഷയുടെ വരവോടുകൂടി മദ്രസകളിൽ ഭൂരിഭാഗവും മതപഠന കേന്ദ്രങ്ങളായി മാറി. പേർഷ്യൻ ഭാഷയ്ക്ക് പകരം ഉറുദുവിന് മുൻതൂക്കം നൽകാൻ തുടങ്ങി. അങ്ങനെയാണ് ഉറുദു ഭാഷയ്ക്ക് പ്രാമുഖ്യം നമ്മുടെ ഇന്ത്യയിൽ ലഭ്യമായി തുടങ്ങുന്നത്. നമ്മുടെ തൊട്ടടുത്തുള്ള സംസ്ഥാനമായ തമിഴ്നാട്ടിൽ പോലും കൂടുതൽ പേരെയും ഒരു പ്രദേശത്തേക്ക് പോയാൽ ചില പ്രദേശങ്ങളിൽ ഭൂരിഭാഗവും അവിടെ സംസാരിക്കുന്നത് ഉറുദു ഭാഷയാണ്. അവർക്ക് തമിഴുമായി ബന്ധമില്ലാത്ത കുറെ ജനങ്ങൾ തമിഴ്നാട്ടിൽ ഇന്നും ഉറുദു സംസാരിക്കുന്ന ജനവിഭാഗമായി നമുക്കവരെ കാണാൻ കഴിയും.
അങ്ങനെ ഇന്ത്യയിൽ പ്രസിദ്ധമായ ഉറുദു ഭാഷ നമ്മുടെ സ്ഥാപനങ്ങളിൽ, നമ്മുടെ സിലബസുകളിൽ, മദ്രസയുടെ സിസ്റ്റങ്ങളിൽ അന്ന് വടക്കേ ഇന്ത്യയിലും അതുപോലെ തന്നെ മറ്റു സ്ഥാപനങ്ങളിലും ഒക്കെ വരാൻ തുടങ്ങി. 2019 വെസ്റ്റ് ബംഗാളിൽ മദ്രസാതല വാർഷിക പരീക്ഷയിൽ 10ാം ക്ലാസ്സിൽ ആദ്യത്തെ 3 റാങ്ക് നേടിയതും ഹിന്ദു കുട്ടികളായിരുന്നു. ഹിന്ദു കുട്ടികളും അവിടെ പഠനം നടത്തിയിരുന്നു എന്നത് അന്ന് വലിയ ഒരു വാർത്തയായിരുന്നു. അവര് 3 പേര് ആദ്യത്തെ 3 റാങ്ക് വാങ്ങിയവരും ഹിന്ദുക്കളായിരുന്നു എന്ന വാർത്ത 2019 അത് വളരെ കൂടുതൽ ഷെയർ ചെയ്യപ്പെട്ട, പബ്ലിഷ് ചെയ്യപ്പെട്ട ഒരു വാർത്തയായിരുന്നു. വിദ്യാഭ്യാസത്തിന് വേണ്ടി എല്ലായിടത്തും സ്കൂളുകൾ സ്ഥാപിക്കാൻ സർക്കാരിന് കഴിയാതെ വരുമ്പോൾ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസത്തിന് ചില സ്ഥലങ്ങളിലെങ്കിലും മദ്രസ സംവിധാനങ്ങളെയാണ് സർക്കാർ ഉപയോഗിക്കുന്നത്. ഏതാനും ഒറ്റപ്പെട്ട ചില മദ്രസകൾക്ക് തുച്ഛമായ ഫണ്ടും സർക്കാർ നൽകി വരുന്നുണ്ട്. അത് ഒരു വസ്തുതയാണ്. ചില സ്ഥാപനങ്ങളിൽ മദ്രസകൾക്ക് തീരെ ഒരു ഫണ്ടും നൽകുന്നില്ല എന്നുള്ള വാർത്തയും ശരിയല്ല. നമ്മുടെ നാട്ടിൽ, കേരളത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു സംവിധാനവുമില്ല. നമ്മുടെ മഹല്ലുകൾ, നല്ല മഹല്ലുകൾ, അൽഹംദുലില്ലാഹ്, നമ്മുടെ കേരളത്തിലെ മഹല്ലുകളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ ഒരു ചിട്ടയോടുകൂടി നടന്നു പോകുന്ന മഹല്ലുകളാണ്. അതിന്റെ ഭാരവാഹികൾ കൃത്യമായി നടത്തിക്കൊണ്ടുപോകുന്നു. നല്ലവരായ നാട്ടുകാർ സഹകരിക്കുന്നു. അവരുടെ സംഭാവനയിലൂടെയും അവരുടെ കൃത്യമായ സഹകരണത്തിലൂടെയും സഹായത്തിലൂടെയും മദ്രസ സിസ്റ്റമാറ്റിക്കായി ഒരു സർക്കാരിന്റെ യാതൊരുവിധ സഹായവും, ഒരു അവരിൽ നിന്നുള്ള അവകാശവും പിടിച്ചു പറ്റാതെ നമ്മുടെയൊക്കെ കൃത്യമായ സഹകരണങ്ങളിലൂടെയും ഇടപെടലുകളിലൂടെയും സഹായത്തിലൂടെയും വളരെ മനോഹരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. 25,000-ഓളം മദ്രസകൾ പ്രവർത്തിക്കുന്ന ഉത്തർപ്രദേശിൽ കേവലം 500-ൽ താഴെ വരുന്ന മദ്രസകൾക്ക് തുച്ഛമായ ഫണ്ട് സർക്കാർ അനുവദിക്കുന്നുമുണ്ട്. അവിടെയെല്ലാം മുസ്ലിം അമുസ്ലിം കുട്ടികളും വിദ്യാഭ്യാസം നേടുന്നുണ്ട്. സ്കൂളുകളിൽ പോകുന്നതിനു പകരം അവർ മദ്രസകളെ ആശ്രയിച്ച് ഈ പഠനങ്ങളൊക്കെയും അവരവിടെ നടത്തുന്നുണ്ട്. അതൊരു വസ്തുതയാണ്. ഇങ്ങനെ അന്നും ഇന്നും മദ്രസകൾ രാജ്യത്തിന് സുസ്ഥിരമായ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന മദ്രസകൾക്കെതിരെയാണ് ദേശീയ ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ പ്രിയങ്ക കാനൂർ ഗോയുടെ വിവാദം പ്രസ്താവന ആ ഒരു പ്രസ്താവന വിവാദമായി ഇന്ന് നാം കേരളത്തിൽ സജീവമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം. സഹോദരങ്ങളെ, രാജ്യത്ത് പോഷകാഹാരക്കുറവിന്റെ പേരിൽ നടന്നുകൊണ്ടിരിക്കുന്ന 100 കണക്കിന് ശിശുമരണങ്ങളുടെ വിഷയത്തിൽ ആർക്കും സംസാരമില്ല. ദേശീയ ബാലാവകാശ കമ്മീഷൻ ചർച്ച ചെയ്യേണ്ട വിഷയമേ ഇല്ല. എത്ര കുരുന്നുകളാണ് ദിനവും എത്രയോ തെരുവുകളിൽ പട്ടിണി മൂലം മരിച്ചു വീഴുന്നത് ആരെങ്കിലും ചർച്ച ചെയ്യുന്നുണ്ടോ? അതൊന്നും അവർക്ക് ചർച്ചയേ അല്ല. ശ്വസിക്കാൻ ഓക്സിജൻ ഇല്ലാത്തതിന്റെ പേരിൽ പിടഞ്ഞു മരിക്കേണ്ടി വന്ന കുട്ടികളുടെ വിഷയത്തിലോ, കഴിക്കാൻ ഭക്ഷണമോ ഉടുക്കാൻ വസ്ത്രമോ താമസിക്കാൻ ഒരു ഇഞ്ച് ഭൂമിയോ ഇല്ലാതെ തെരുവുകളിൽ നൂറുകണക്കിന് കുട്ടികൾ കിടക്കുകയാണ്. അവർ ഭിക്ഷയാചിക്കുകയാണ്. അവരുടെ വിഷയത്തിൽ ഒരു ശ്രദ്ധയും ചെലുത്താത്ത, അവരെ കാണാത്ത, അവരുടെ വിഷയത്തിൽ ഒരു ശ്രദ്ധയും കാണിക്കാത്ത ജാഗ്രതയാണ് മദ്രസയിൽ പഠിക്കുന്ന കുട്ടികളുടെ വിഷയത്തിൽ ബാലാവകാശ കമ്മീഷൻ ഉണ്ടായിട്ടുള്ളത്. എന്തുകൊണ്ട് ഈ പറയുന്ന വിദ്യാർത്ഥികളെയും കുഞ്ഞുമക്കളെയും അവർ കാണുന്നില്ല? അതിനു വേണ്ടിയിട്ടുള്ള പരിഹാരം കാണുന്നില്ല? അതെന്തുകൊണ്ട് പൊതുജനങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നില്ല? ഇതിൽ നിന്ന് തന്നെ കൃത്യമായ ചിത്രം വ്യക്തമാണ്. രാമക്ഷേത്രത്തിന്റെ കറവ പറ്റി തുടങ്ങിയപ്പോൾ NRC CAA എന്ന് പറയുന്ന ഒരു സംഗതിയുമായി വന്നു. അതും വഴിമുട്ടിപ്പോയി. അത് കഴിഞ്ഞപ്പോൾ പിന്നെ വഖഫ് വിവാദം അവരുദ്ദേശിച്ചതുപോലെ ഏഷ്യതുമില്ല. അതും കൊണ്ടുവന്നതാണ്. ഇപ്പോൾ അതിന്റെ പേരിൽ ഇപ്പോൾ ഇവിടെ കുറെ വർഗീയ കലാപം ഉണ്ടാക്കാമെന്ന് കരുതി അതിനെയും പൊക്കിക്കൊണ്ടുവന്നു. പക്ഷേ അതും അവർ ഉദ്ദേശിച്ചതുപോലെ ഏശാതെ വന്നപ്പോൾ എന്നാൽ പിന്നെ പുതിയൊരു വിഷയം തന്നെ കൊണ്ടുവരാം, അങ്ങനെ ഒരു ചർച്ച കേരളത്തിൽ നടക്കട്ടെ, ഇന്ത്യ മഹാരാജ്യത്ത് നടക്കട്ടെ എന്ന് പറഞ്ഞു കൊണ്ടുവന്നതാണ്. സഹോദരങ്ങളെ, വിഷയ ദാരിദ്ര്യമുണ്ടായ സംഘപരിവാറുകാരന്റെ ചിന്തയിൽ ഉരുത്തിരിഞ്ഞ ഒരു അവിവേകമെന്നല്ലാതെ ഈ മദ്രസ സംവിധാനത്തിനെ ഇങ്ങനെ കൊണ്ടുവന്ന് അതിനെ തകർക്കാൻ, അല്ലെങ്കിൽ അത് ജനങ്ങളുടെ ഇടയിലേക്ക് കൊണ്ടുവന്നിട്ട് മദ്രസകളെല്ലാം ഇങ്ങനെയാണ്, അത് സർക്കാർ ചെലവിൽ നടക്കുന്നതാണ്, സർക്കാർ ചെലവിലാണോ മതങ്ങളെ പഠിപ്പിക്കേണ്ടത്, മതപഠനം നടത്തേണ്ടത് സർക്കാരിന്റെ ചെലവിലാണോ എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു വിഷയം നടക്കാത്ത നാടുകളെ പോലും തെറ്റിദ്ധരിപ്പിച്ച് ജനങ്ങൾക്കിടയിൽ ഇങ്ങനെ വിദ്വേഷമുണ്ടാക്കാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവണതയായി മാത്രമേ നമുക്കിതിനെ കാണാൻ കഴിയൂ. മറ്റൊരു നല്ല ഉദ്ദേശവും ഇതിന്റെ പിന്നിലുള്ളതായി ഈ സർക്കാരിൽ നിന്ന്, ഈ ഗവൺമെന്റിൽ നിന്ന്, ഈ കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് നാം പ്രതീക്ഷിക്കുന്നുമില്ല. എന്നാൽ സഹോദരങ്ങളെ, വിഷയദാരിദ്ര്യമുണ്ടായ സംഘപരിവാറുകാരന്റെ ചിന്തയിൽ ഊരിത്തിരിഞ്ഞ ഈ വിഷയം സമുദായത്തിലെ ഒറ്റുകാരനായ യൂദാസുമാരായ ചില അബ്ദുള്ള കുട്ടിമാരാണ് സമുദായത്തിന്റെ ശാപമെന്ന് കൂടി നമുക്ക് പറയേണ്ടി വരും.
ചില കുറെ അബ്ദുള്ള കുട്ടിമാർ നമ്മുടെ നാട്ടിലുണ്ട്. അതവർ ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിലേക്ക് പോയി എന്നതിന്റെ പേരിൽ മാത്രമല്ല. അങ്ങനെ നോക്കൂ നിങ്ങൾ, എത്രയോ പേരെ ഏതെങ്കിലും മറ്റുള്ളവരെ പേരെടുത്ത് ഞാൻ പരാമർശിക്കുന്നില്ല. അതെക്കാലവും ഇസ്ലാമിനും മുസ്ലിമിനും ഉപദ്രവം തന്നെയാണ്. കാരണം കൃത്യമായി വിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്, യാ അയ്യുഹർ റസൂൽ ലാ യഹ്സുൻകല്ലദീന യുസാരിഊന ഫിൽ കുഫ്രി മിനല്ലദീന ഖാലൂ ആമന്നാ ബിഅഫ്വാഹിഹിം വലം തുഅ്മിൻ ഖുലൂബുഹും. അല്ല പ്രവാചകന്മാരെ, അല്ലയോ പ്രവാചകന്മാരെ, ലാ യഹ്സുൻകല്ലദീന യുസാരിഊന ഫിൽ കുഫ്രി മിനല്ലദീന ഖാലൂ ആമന്നാ ബിഅഫ്വാഹിഹിം വലം തുഅ്മിൻ ഖുലൂബുഹും. പേരുകൊണ്ട്, വാക്കുകൊണ്ട്, വർത്തമാനം കൊണ്ട് ഞാൻ മുസ്ലിമാണ് എന്ന് ഒരു ഭാഗത്ത് പറയുമ്പോൾ വലം തുഅ്മിൻ ഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങളിൽ യാതൊരുവിധ ഈമാനിന്റെ ഒരു ലെവലേശം പോലും ഇല്ലാത്ത കുറെ വർഗങ്ങൾ അല്ലാഹു പറയാൻ, അവരുടെ പ്രവർത്തനങ്ങൾ കൊണ്ട്, അവർ പറയുന്ന വർത്തമാനം കേട്ടിട്ട് നബിയെ ലാ യഹ്സുൻകല്ലദീന യുസാരിഊന ഫിൽ കുഫർ, അവർ കുഫറിലാണ്. അവരുടെ വർത്തമാനം കേട്ടിട്ട് അങ്ങക്ക് ദുഃഖമുണ്ടാകരുത്, അങ്ങക്ക് വിഷമമുണ്ടാകരുത്, അങ്ങക്ക് വ്യസനമുണ്ടാകരുത്. മുസ്ലിം സമൂഹത്തോടും വിശുദ്ധ ഖുർആൻ പറയുന്നത് തന്നെയാണ്. ഈ പറയുന്ന ഏതെങ്കിലും വർഗീയ ശക്തികൾ ആരുടെയെങ്കിലും കൂട്ടുപിടിച്ചുകൊണ്ട് ഏതെങ്കിലും വർഗീയ താല്പര്യത്തിനും രാഷ്ട്രീയ താല്പര്യത്തിനും രാഷ്ട്രീയ ലക്ഷ്യത്തിനും രാഷ്ട്രീയ പുരോഗതിക്കും വേണ്ടി ചെയ്തു കൂട്ടുന്ന ഈ പേക്കൂത്തുകൾ കണ്ടിട്ട് ലാ യഹ്സുൻകല്ലദീന യുസാരിഊന ഫിൽ കുഫർ, ഏ മുസ്ലിം വർഗമേ, മുസ്ലിം സമുദായമേ, നിങ്ങൾക്ക് വിഷമമുണ്ടാകരുത്, നിങ്ങൾക്ക് വ്യസനമുണ്ടാകരുത്, നിങ്ങൾക്ക് സങ്കടമുണ്ടാകരുത്, നിങ്ങളുടെ ഉള്ളിൽ ഈമാനിന് കുറവ് സംഭവിച്ചു പോകരുത്. വിഷമമുണ്ടാകരുത് എന്നല്ല, നിങ്ങളുടെ ഉള്ളിൽ ഈമാനിന് കുറവ് സംഭവിച്ചു പോകരുത്. ഇതൊക്കെ കാണുമ്പോൾ മദ്രസകൾക്കെതിരെ വരുന്ന ഈ വിധമുള്ള ആക്രമണങ്ങൾ കാണുമ്പോൾ ഒരു മുസ്ലിം എന്ന നിലയിൽ നമുക്ക് വേദനയുണ്ടാകും, ശരിയാണ്. പക്ഷെ അതിന്റെ പേരിൽ നാം ഈമാനിൽ നിന്ന്, ഇസ്ലാമിൽ നിന്ന് അല്പം പോലും പുറകോട്ട് പോകുന്ന ഒരു രീതി നമ്മിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ല. ഒരിക്കൽ സഹോദരങ്ങളെ, വിശാലമായ ഒരു വനത്തിലെ വൃക്ഷങ്ങൾ മുത്തച്ഛനായ വൃക്ഷത്തിനോട് പറഞ്ഞു, അതാ നമുക്ക് നേരെ ഒരു മഴ വരുന്നുണ്ട് എന്ന് പറഞ്ഞു. മുത്തച്ഛൻ ചോദിച്ചു, ആ മഴുവിനോടൊപ്പം നമ്മിൽപ്പെട്ടവരാരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. വൃക്ഷങ്ങൾ പറഞ്ഞു, ഇല്ല. മുത്തച്ഛൻ പറഞ്ഞു, ശരിയെങ്കിൽ നിങ്ങൾ ഭയക്കേണ്ടതില്ല, മഴുവിനോടൊപ്പം നമ്മിൽപ്പെട്ടവരുണ്ട് എങ്കിൽ നമ്മൾ അതിന്റെ വിഷയത്തിൽ പേടിച്ചേ മതിയാകൂ. അതെ, മഴു പിടിക്കാൻ മരത്തിൽ നിന്ന് കൈയുണ്ടെങ്കിലേ മഴുവിനെ ഭയക്കേണ്ടതുള്ളൂ എന്നതുപോലെ ഇതുപോലുള്ള ചില കോടാലി കൈകളെ നാം കരുതിയേ മതിയാകൂ സഹോദരങ്ങളെ. ചില കോടാലി കൈകൾ നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ടാകും. നമ്മുടെ പേര്, മുസ്ലിമിന്റെ പേര് ഏറ്റവും നല്ല പേരായിരിക്കും, അള്ളാഹുവിന്റെ അടിമ, മുഹമ്മദ്, സ്തുതിക്കപ്പെടുന്നവൻ. അള്ളാഹുവിന്റെ പേരുകളിൽ 99 പേരുകളിൽ ഏതെങ്കിലും പേരൊക്കെ ആയിരിക്കും അവരുടെ ലിസ്റ്റിൽ, അവരുടെ ഐഡന്റിറ്റി കാർഡിൽ, അവരുടെ ആധാർ കാർഡിൽ ഉണ്ടാവുക. അതൊന്നുമല്ല നമ്മുടെ വിഷയം. അതുകൊണ്ട് അബ്ദുല്ലാഹിബ്നു ഉബയ്യ് സലൂലുമാരെ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് മുനാഫിഖായി നബി തങ്ങളുടെ മുന്നിൽ വന്ന് നബി തങ്ങളുടെ പുറകിൽ നിന്ന് നമസ്കരിക്കും, നബി തങ്ങളുടെ മുന്നിൽ ഞാൻ മുസ്ലിമാണെന്ന് അഭിനയിക്കും. അങ്ങനെയുള്ള അബ്ദുല്ലാഹിബ്നു ഉബയ്യ് സലൂലുമാരിന്റെ അങ്ങനെയുള്ളവരുടെ പിൻഗാമികൾ ഇന്നും ഉണ്ടാകുമെന്നുള്ളത് വസ്തുതയാണ്. അതുണ്ടാകും, അത് തീർച്ചയാണ്. പക്ഷേ അവരുണ്ടാകുമ്പോഴും അവരുടെ വായകൾ കൊണ്ട് ഈ ദീനിന്റെ പ്രകാശത്തെ ഊതിക്കെടുത്താമെന്നാണ് അവർ കരുതുന്നത് എങ്കിൽ വിശുദ്ധ ഖുർആൻ പറയുന്നു, വല്ലാഹു മുതിമ്മു നൂരി വലൗ കരിഹൽ കാഫിറൂൻ. അവരെത്ര വെറുത്തുപോയാലും ഈ ഇസ്ലാമിന്റെ പ്രഭയെ നാം ദിനം പ്രതി വളർത്തിക്കൊണ്ടേയിരിക്കും. അതിനെ നാം പൂർണ്ണതയിലേക്ക് എത്തുന്നത് വരെ നാം അതിനെ വളർത്തിക്കൊണ്ടേയിരിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ. ഇല്ലേ, നോക്കൂ, മദ്രസകളുടെ ഇതിനെതിരെ ഒരു വിവാദം ഒരു ഭാഗത്ത് നമ്മെ വിഷമിപ്പിക്കുമ്പോഴും മറുഭാഗത്ത് എന്താണ് ഇവിടെ നടക്കുന്നത് എന്നതിന്റെ വസ്തുത തിരിച്ചറിയാൻ നമുക്ക് ഈ വിവാദങ്ങളിലൂടെ കഴിയുന്നില്ലേ? വഖഫ് ബില്ലിന്റെ വിഷയം വന്നപ്പോൾ എന്താണ് വഖഫ് എന്ന് നമ്മൾ മനസ്സിലാക്കി, എന്താണ് വഖഫ് ബില്ല് എന്ന് നമ്മൾ മനസ്സിലാക്കി, എന്താണ് അതിന്റെ വസ്തുത എന്ന് നാം തിരിച്ചറിഞ്ഞു. അങ്ങനെ നോക്കുമ്പോൾ വിവാദങ്ങൾ വരുമ്പോൾ ഒരു ഭാഗത്ത് അത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷമമുണ്ടാക്കുന്ന സംഗതിയാകുമ്പോഴും അതിന്റെ യഥാർത്ഥ വസ്തുത എന്താണെന്ന് പഠിക്കാനും മനസ്സിലാക്കാനും തിരിച്ചറിയാനുമുള്ള ഒരു നൂറായി കൂടി, ഒരു പ്രകാശമായി കൂടി ഒരു തരത്തിൽ നാം അതിനെ വിലയിരുത്തേണ്ടതാണ്. നമ്മുടെ മദ്രസകൾ നമുക്ക് അഭിമാനമാണ് സഹോദരങ്ങളെ, നാം അതിനെ ശ്രദ്ധിച്ചേ മതിയാകൂ. നമ്മുടെ ജീവനാഡിയാണ്. അൽ ഇൽമു ഹയാത്തുൽ ഇസ്ലാമി വ ഇമാദുൽ ഈമാൻ. ഇൽമ് എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ ജീവനാണ്, ഈമാനിന്റെ തൂണ് എന്നാണ് നമ്മെ പഠിപ്പിക്കുന്നത്. അത് നമുക്ക് ഒഴിവാക്കാനാകില്ല. ഇന്ത്യൻ ഭരണ ആർട്ടിക്കിൾ 29, 30 നൽകുന്ന അവകാശമാണ്
അവകാശമാണ്. അതുകൊണ്ട് വെറുതെ മനുഷ്യനാകണം എന്ന ഒരു പാട്ടും പാടി നടന്നാൽ പോരെ. നാം യഥാർത്ഥത്തിൽ മനുഷ്യനായി ജീവിക്കാൻ മദ്രസകൾ പഠിപ്പിക്കുന്നു. ആ രീതിയിൽ ഞാനും നിങ്ങളും ജീവിക്കണം. ആലോചിച്ച് നോക്കൂ, നീണ്ട 71 ദിവസം ഊണും ഉറക്കവുമില്ലാതെ മക്കളെയും കുടുംബത്തെയും മാറ്റി നിർത്തി അർജുൻ എന്ന ഒരു മനുഷ്യന് വേണ്ടി കഷ്ടപ്പെട്ട മനാഫ് എന്ന സഹോദരൻ പറയുന്നു, ഞാനിത് പഠിച്ചത് മദ്രസയിൽ നിന്നാണ്. കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ പ്രഭാഷണം നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാകും. അദ്ദേഹം തുറന്നു പറയുന്നു, ഞാനിതൊക്കെ പഠിച്ചത് എന്റെ ഗുരുനാഥന്മാരിൽ നിന്നാണ്, ഞാനിതൊക്കെ പഠിച്ചത് എന്റെ മദ്രസയിൽ നിന്നാണ്, ഞാനിതൊക്കെ കൃത്യമായി അധ്യാപനം ഞാൻ പഠിച്ചു മനസ്സിലാക്കി വന്നത് എന്നെ പഠിപ്പിച്ച എന്റെ അധ്യാപകരിൽ നിന്നും, ഞാൻ മതം പഠിച്ച എന്റെ മദ്രസയിൽ നിന്നുമാണ് എന്ന് അദ്ദേഹത്തിന് തുറന്നു പറയേണ്ടി വന്നു. സഹോദരങ്ങളെ, അദ്ദേഹം തുറന്നു പറഞ്ഞു. മദ്രസകളെ കൃത്യമായി പഠിക്കാൻ അവർക്ക് കഴിയുന്നു. വെറും 9,000 രൂപയ്ക്ക് പകലന്തിയോളം കഷ്ടപ്പെടുന്ന പറവൂരിലെ സന്ധി എന്ന സഹോദരി മണപ്പുറം ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് തിരിച്ചടയ്ക്കാൻ കഴിയാതെ ജപ്തി നടപടികൾക്ക് വിധേയമായി അവരുടെ വീടും പറമ്പും. സഹോദരങ്ങളെ, നമ്മൾ വാർത്തയിൽ നിറഞ്ഞു നിന്ന് കണ്ടതാണല്ലോ. പറക്കമുറ്റാത്ത മക്കളെയും പിടിച്ച് തെരുവിലേക്ക് ഇറങ്ങേണ്ടി വന്നപ്പോൾ ലക്ഷപ്രഭുകളും കോടിപതികളും നോക്കി നിൽക്കെ സഹായഹസ്തവുമായി അവരുടെ മുന്നിലേക്ക് വന്ന വ്യക്തി ആരാണ്? അവരുടെ മുന്നിലേക്ക് ഓടിയെത്തിയ വ്യക്തി MA യൂസുഫ് അലി എന്ന മനുഷ്യ സ്നേഹിയായിരുന്നില്ലേ? സഹോദരങ്ങളെ, ഈ യൂസുഫ് അലി എവിടെ നിന്നാ മതം പഠിച്ചത്? എവിടെ നിന്നാ ഈ ധീരത പഠിച്ചത്? എവിടെ നിന്നാ ഈ സഹാനുഭൂതി പഠിച്ചത്? എവിടെ നിന്നാണ് ഈ മനുഷ്യത്വം പഠിച്ചത്? ആരിൽ നിന്ന് പഠിച്ചു? ഉസ്താദിൽ നിന്ന് പഠിച്ചു, മദ്രസയിൽ നിന്ന് പഠിച്ചു. നമ്മുടെ മഹല്ലുകളുടെ കീഴിൽ വ്യവസ്ഥാപിതമായി നടന്നുകൊണ്ടിരിക്കുന്ന ഈ മദ്രസ സംവിധാനത്തിൽ നിന്ന് എന്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞുവിട്ട മാനേജർ വന്നിട്ട് ആ സന്ധ്യയുടെ മുന്നിലേക്ക് വന്നിട്ട് ചോദിക്കുന്നു, നിങ്ങൾക്ക് എത്ര രൂപയാണ് നിങ്ങൾ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തത്? എത്ര രൂപ തിരിച്ചടച്ചാൽ ആ വീടിന്റെ ആധാരം നിങ്ങൾക്ക് കിട്ടും? ആ വീടിൽ സ്വതന്ത്രമായി ഒരാളും നിങ്ങളെ ബുദ്ധിമുട്ടിക്കാത്ത അവസ്ഥയിൽ നിങ്ങൾക്ക് താമസിക്കാൻ കഴിയും. അത് എത്ര രൂപയാണെങ്കിലും അത്രയും രൂപ അടച്ചതിന് ശേഷം അവരെ സമാധാനത്തോടുകൂടി ആ വീട്ടിനകത്ത് കൊണ്ട് താമസിപ്പിച്ചിട്ട് തിരിച്ചു വരാവൂ എന്ന് എനിക്ക് MA യൂസുഫ് അലി സാഹിബ് ഉത്തരവാദിത്വം ഏൽപ്പിച്ച് എന്നെ പറഞ്ഞയച്ചതാണ് എന്ന് പറഞ്ഞ സഹോദരങ്ങളെ, ആ മനുഷ്യ സ്നേഹി മതം പഠിപ്പിച്ചത്, ആ മനുഷ്യ സ്നേഹി മതം പഠിച്ചത് എവിടെ നിന്നാണ്? അത് മദ്രസയിൽ നിന്നാണ്. ഒരു മുസ്ലിം സഹോദരൻ തന്റെ കല്യാണത്തിന് മാംസാഹാരം വിളമ്പിയില്ല. കാരണം അന്വേഷിച്ചപ്പോൾ മലയിൽ പോകാൻ മാലയിട്ട ധാരാളം അയൽവാസികൾ ഉള്ളത് കൊണ്ടാണ് എന്ന് ആ മനുഷ്യൻ പറയുമ്പോൾ, ആ മനുഷ്യൻ മതം പഠിച്ചത് എവിടെ നിന്നാണ്? ഈ സഹാനുഭൂതി പഠിച്ചത് എവിടെ നിന്നാണ്? സഹോദരങ്ങളെ, കഴിഞ്ഞ ദിവസങ്ങളിൽ, കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് കോഴിക്കോട് നിന്ന് നാം ഒരു വാർത്ത കണ്ടല്ലോ. ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ സ്ലാബ് പൊളിഞ്ഞു വീണ് അതിന്റെ ഉള്ളിലേക്ക് ഇറങ്ങിപ്പോയ അതിഥി തൊഴിലാളികളെ നൗഷാദ് എന്ന സഹോദരൻ തന്റെ ജീവൻ നോക്കാതെ, തന്റെ ജീവൻ പണയം വെച്ച് അതിന്റെ ഉള്ളിലേക്ക് എടുത്തു ചാടി അവരെ രക്ഷപ്പെടുത്താൻ കാണിച്ച ആ സഹോദരനും ആരാണിത് പഠിപ്പിച്ചു കൊടുത്തത്? അത് പഠിച്ചത് സഹോദരങ്ങളെ നൗഷാദ് എന്ന് പറയുന്നു, ഞാനിത് പഠിച്ചത് മദ്രസയിൽ നിന്നാണ്. ഇങ്ങനെ ഒരു നന്മ പറയാൻ ഏതെങ്കിലും ശാഖയിൽ പഠിച്ചവർക്ക് കഴിയുന്നുണ്ടോ? ഇതെന്നെ ശാഖയിൽ നിന്ന് പഠിപ്പിച്ചതാണ് എന്ന് പറയാൻ ഏത് പ്രസ്ഥാനത്തിന്റെ ആളുകൾക്ക് കഴിയും? ഇതെന്നെ ശാഖയിൽ നിന്ന് പഠിപ്പിച്ചതാണ്, ഇങ്ങനെ ഒരു നന്മ ചെയ്യാനെന്ന് ആർക്ക് പറയാൻ കഴിയുന്നുണ്ട്? സഹോദരങ്ങളെ, ആർക്കും പറയാൻ കഴിയില്ല. ഇങ്ങനെ ഒരു നന്മ ഞാൻ പഠിച്ചത് അവിടെ നിന്നാണ്. എത്രയോ മദ്രസകൾ ഓൺലൈൻ വഴിയായി നടക്കുന്നുണ്ട്. ഒരു ശാഖ ക്ലാസ് ഓൺലൈൻ വഴി അതിനെ ലൈവായി ടെലികാസ്റ്റ് ചെയ്യുന്നുണ്ടോ? നോക്കട്ടെ, ആരാണ്, എന്താണ് നിങ്ങൾ അവിടെ പഠിപ്പിക്കുന്നത് എന്ന് ജനം തിരിച്ചറിയട്ടെ. നിങ്ങൾക്ക് എന്തുകൊണ്ട് അത് ലൈവ് സ്ട്രീം ചെയ്യാൻ കഴിയുന്നില്ല? പക്ഷെ ഇന്നും കൊറോണയുടെ കാലത്ത് നിങ്ങൾ നോക്കിയാൽ ഇന്നും യൂട്യൂബിൽ അത് അപ്ലോഡഡ് ആണ്. എന്ത് മദ്രസയുടെ സമസ്തയുടെ സിലബസ് ആകട്ടെ, സുന്നി സിലബസുകളാകട്ടെ, മറ്റ് ദക്ഷിണയുടെ സിലബസ് ആകട്ടെ, ഏത് സിലബസ് ആകട്ടെ നിങ്ങൾ എടുത്തു നോക്കൂ, ഇന്നും യൂട്യൂബിൽ നിറഞ്ഞു കിടപ്പുണ്ട്. നമ്മുടെ പാഠപുസ്തകത്തിന്റെ കൃത്യമായ വിവരണങ്ങൾ നമ്മുടെ മുമ്പിൽ ഇന്നും അത് തുറന്ന പുസ്തകം പോലെ നമ്മുടെ മുമ്പിലുണ്ട്. സഹോദരങ്ങളെ, ആർക്കാണ് അതിൽ നിന്ന് തീവ്രവാദ ബന്ധത്തെ കണ്ടെത്താൻ കഴിയുക? തീവ്രവാദം പഠിപ്പിക്കുന്നു എന്നല്ലേ നിങ്ങൾ പറയുന്നത്? ഒരു തീവ്രവാദം പഠിപ്പിച്ച ഒരു എപ്പിസോഡ് നിങ്ങൾ കൊണ്ടുവന്ന് കാണിക്കൂ. ഇതാ മദ്രസകൾ തീവ്രവാദം പഠിപ്പിക്കുന്നു, നിറഞ്ഞു കിടക്കുന്നുണ്ടല്ലോ.
ഏതെങ്കിലും ഒരു ശാഖയിൽ പഠിപ്പിക്കുന്ന ക്ലാസ്സിന് നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ അതിന്റെ ടെലികാസ്റ്റ് ചെയ്യാമോ? അതിന്റെ ലൈവ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാമോ? കഴിയില്ല സഹോദര. അതുകൊണ്ട് പറയുന്നു, ഇത് പഠിപ്പിക്കുന്നത് മദ്രസയിൽ നിന്നാണ്. സത്യത്തിൽ ഏതാണ് നിരോധിക്കേണ്ടത് എന്ന് നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കൂ. ഏതാണ് നിരോധിക്കേണ്ടത്? ഈ സംവിധാനങ്ങൾ, ഈ നന്മ പഠിപ്പിക്കുന്ന മദ്രസകളെയാണോ, അതോ മനുഷ്യനെ ആയുധം കൊണ്ട് നേരിടണമെന്ന് പഠിപ്പിക്കുന്ന, അവരെ വഴിയിൽ കണ്ടാൽ പോലും കൊല ചെയ്യണമെന്ന് പഠിപ്പിക്കുന്ന, അവരോട് നോട്ടം കൊണ്ട് പോലും അവരെ വെറുപ്പോടുകൂടി നോക്കണമെന്ന് പഠിപ്പിക്കുന്ന ഈ ശാഖകളാണോ നിരോധിക്കേണ്ടത് എന്ന് നാം സ്വയം ചിന്തിച്ചു നോക്കൂ. മദ്രസകൾ എന്താ പഠിപ്പിക്കുന്നത്? അൽ ഖംറു ഉമ്മുൽ ഖബാഇസ് എന്ന് പഠിപ്പിക്കാൻ മദ്രസകൾ ഉണ്ടേ മതി, മദ്രസകൾ ഉണ്ടെങ്കിലേ മതിയാകൂ. എന്താണ് ചീത്ത ഖംർ എന്ന് പറയുന്ന ലഹരി വസ്തുക്കൾ മുഴുവനും അത് ഉമ്മുൽ ഖബാഇസ്, സകല വൃത്തികേടുകളുടെയും മാതാവാണ് എന്ന് പഠിപ്പിക്കാൻ നമ്മുടെ മദ്രസകളേ ഉള്ളൂ. ഇന്ന് നോക്കൂ, ഇന്ന് നടക്കുന്ന കൊലപാതകങ്ങൾ, വ്യഭിചാരങ്ങൾ, നമ്മുടെ നാട്ടിൽ നടക്കുന്ന വേണ്ടാധീനങ്ങൾ എന്തൊക്കെയുണ്ടോ അതിന്റെയൊക്കെ പിന്നിൽ പഠനം നടത്തി എന്താണ് അതിന്റെ കാര്യകാരണമെന്ന് അന്വേഷിച്ച് നിങ്ങൾ ഇറങ്ങി പുറപ്പെട്ടാൽ അതിൽ നിന്ന് കൃത്യമായി അറിയാൻ അതിന്റെ കാര്യകാരണം, അതിന്റെ പിന്നിൽ ലഹരിയുണ്ട് എന്ന്. ആരാണ്? ഇസ്ലാം കൃത്യമായി പറഞ്ഞു, അൽ ഖംറു ഉമ്മുൽ ഖബാഇസ്. ഈ ലഹരി വസ്തുക്കൾ മുഴുവൻ തിന്മകളുടെയും മുഴുവൻ വൃത്തികളുടെയും മാതാവാണ്. കഴിഞ്ഞ ദിവസം എന്റെ നാടിനടുത്ത് കടക്കൽ എന്ന് പറയുന്ന പ്രദേശത്ത് ഒരു പോലീസുകാരനെ തന്റെ ഏറ്റവും അടുത്ത പ്രിയ സുഹൃത്ത്, എത്രയോ ദിവസങ്ങളായി ആ സുഹൃത്ത് സഅദിന്റെ വീട്ടിൽ കഴിയുകയാണ്. ഈ പോലീസുകാരനായ സഹോദരൻ രണ്ടുപേരും ലഹരിക്കടിമയാണ് സഹോദരങ്ങളെ. ഒരാള് ലാഘവത്തോടുകൂടി സഅദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഇർഷാദ് എന്ന് പറയുന്ന പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്തിരുന്ന വ്യക്തിയുടെ കഴുത്തിലേക്ക് കത്തിവെക്കാൻ അയാൾക്കൊരു മടിയും ഉണ്ടായിരുന്നില്ല. എന്തിന്റെ പേരിൽ? പോലീസ് ഇൻക്വസ്റ്റ് നടത്തിയിട്ട് പറയുന്നു അതിന്റെ കാര്യകാരണം ലഹരിയാണ്, അവർ ലഹരിക്കടിമകളാണ്. ലഹരിക്കടിമയായതിന്റെ പേരിൽ പോലീസിൽ ജോലി ചെയ്തിരുന്ന ഇർഷാദിനെ അദ്ദേഹത്തെ പോലീസിൽ നിന്ന് തൽക്കാലം മാറ്റി നിർത്തിയിരിക്കുകയായിരുന്നു. അദ്ദേഹം വന്ന് താമസിച്ചത് തന്റെ കൂട്ടുകാരനായ, ഏറ്റവും അടുത്ത കൂട്ടുകാരനായ സഅദിന്റെ വീട്ടിൽ. എന്തുകൊണ്ട് കൊല നടന്നു? കൃത്യമായി പോലീസ് പറയുന്നു അത് ലഹരി ഉപയോഗത്തിന്റെ അമിതമായ ലഹരി ഉപയോഗം കാരണമാണ് എന്ന് പറയുന്നു. ലാ തഅകുലു റിബാ, പലിശ തിന്നരുത് എന്ന്, പലിശ തീറ്റിക്കരുത് എന്ന്, പലിശ മറ്റുള്ളവർക്ക് കൊടുത്ത് നിങ്ങൾ അവരെ നശിപ്പിക്കരുത് എന്ന് കൃത്യമായി മതം നമ്മെ പഠിപ്പിക്കുന്നു. എങ്കിൽ വിശുദ്ധ അല്ലാഹുവിന്റെയും റസൂലിന്റെയും ശാപം നിങ്ങൾക്കുണ്ടാകുമെന്ന്, അല്ലാഹുവും റസൂലും നിങ്ങളെ ശപിച്ചിരിക്കുന്നു എന്ന് വിശുദ്ധ ഖുർആൻ കൃത്യമായി അടയാളപ്പെടുത്തുമ്പോൾ ആ പലിശയുടെ അല്ലേ? നിങ്ങൾ നോക്കൂ, കഴിഞ്ഞ ദിവസം ഓണം ബമ്പർ വന്നല്ലോ, 25 കോടി രൂപയാണ് സമ്മാനമായി വന്നത്. അതിനു മുമ്പൊക്കെ ഓണം ബമ്പർ അടിച്ചവരുടെ അവരുടെയൊക്കെ അനുഭവ കഥകൾ പറഞ്ഞുകൊണ്ട് ഏഷ്യനെറ്റിലോ മറ്റ് ഏതോ ചാനലിൽ സഹോദരങ്ങളെ അവരുടെയൊക്കെ മുൻ അനുഭവങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള ഒരു സീരീസ് ഉണ്ടായിരുന്നു. അവരൊക്കെ കൃത്യമായി പറയുന്നു, ഞാൻ ഇന്ന് ദുരിതത്തിലാണ്, ഞാൻ ഇന്ന് വല്ലാതെ പ്രയാസത്തിലാണ്, എനിക്കിത് അടിക്കണ്ടായിരുന്നു, എന്റെ സമാധാനം നഷ്ടപ്പെട്ടു, എനിക്ക് എന്റെ ഭാര്യയും മക്കളുമായി നേരെ ചൊവ്വേ കിടന്നുറങ്ങാൻ കഴിയുന്നില്ല, എനിക്കൊരു സ്വസ്ഥതയില്ല എന്ന് ഈ പറയുന്നവരൊക്കെ സഹോദരങ്ങളെ അവരുടെ അനുഭവങ്ങൾ നമ്മുടെ മുന്നിൽ പറയുമ്പോൾ ഇന്നും തന്റെ രാവും പകലും അധ്വാനിച്ച പണത്തും വൈകുന്നേരമാകുമ്പോൾ അതിനെ കൊണ്ടുപോയി മദ്യശാലയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ലോട്ടറി ടിക്കറ്റുകൾ എടുത്തുകൊണ്ട് അയാളുടെ അധ്വാനത്തിന്റെ പകുതിയും മുക്കാലും ഈ പലിശയ്ക്ക് വേണ്ടി മാറ്റിവെച്ചിട്ട് ഒരു ഗതിയും പിടിക്കാത്തവനെ നാം നിരന്തരം അറിഞ്ഞുകൊണ്ടിരുന്നിട്ടും വീണ്ടും നാം എടുത്തു ചാടുന്നില്ലേ? മദ്രസകൾ പഠിപ്പിക്കുന്നു, മക്കളെ ലാ തഅകുലു റിബാ, നിങ്ങൾ പലിശ തിന്നരുത്, മക്കളെ തീറ്റിക്കരുത്, നമ്മുടെ കുടുംബാംഗങ്ങളെ തീറ്റിക്കരുത്, അതിനുവേണ്ടി അവരെ പ്രേരിപ്പിക്കരുത്. എന്ത് ന്യായവും നിങ്ങൾക്ക് പറഞ്ഞ് ഈ ദുനിയാവിൽ രക്ഷപ്പെടാം. അല്ലാഹുവിന്റെ കോടതിയുടെ മുന്നിൽ നിങ്ങൾ കാരണമായോ നിങ്ങളോ നിങ്ങളുടെ മക്കളെയോ കുടുംബത്തെയോ പലിശ തീറ്റിച്ചാൽ വല്ലാഹി തമ്പുരാനാണ് സത്യം, ഇന്നേ വിശുദ്ധ ഖുർആൻ പറഞ്ഞതാണ്, ഞാൻ അവരെ ശപിച്ചിരിക്കുന്നു എന്ന്. ആ ശാപം ദുനിയാവിൽ നിങ്ങൾ ഏറ്റിട്ടേ ഈ ദുനിയാവിൽ നിന്ന് പോകും. നാളെ പരലോകത്തും അല്ലാഹുവിന്റെ ശാപം നിങ്ങളുടെ കൂടെ ഉണ്ടാകും. ഇദാ തബഖ്ത ലഹ്മൻ ഫഅക്സിർ മാഅഹു വതആഹദ് ജിറാനക, നീ ഭക്ഷണം പാകം ചെയ്താൽ, ഇറച്ചി പാകം ചെയ്താൽ അതിൽ അല്പം വെള്ളം കൂട്ടിവെക്കൂ, ചാറ് കൂട്ടിവെക്കൂ, അത് നിന്റെ അയൽവാസിക്ക് കൊടുക്കൂ എന്ന് മദ്രസകൾ പഠിപ്പിക്കുന്നു. ആര് പഠിപ്പിക്കും നിങ്ങളെ ഈ മതം?
മറ്റേത് മതം പഠിപ്പിക്കുന്നുണ്ട് ഇങ്ങനെ. ഏത് സോഷ്യോളജിയിലാ ഉള്ളത്, ഏത് ഹിസ്റ്ററിയിലാ ഉള്ളത്, ഏത് പൊളിറ്റിക്കൽ സയൻസിലാ ഉള്ളത്, ഏത് ലാംഗ്വേജിൽ നിങ്ങളെ പഠിപ്പിക്കും, ഏത് സബ്ജക്ട് നിങ്ങളെ സ്കൂളിൽ നിന്ന് പഠിപ്പിക്കും, ഏത് പ്രസ്ഥാനം നിങ്ങളെ പഠിപ്പിക്കും? ഇല്ല സഹോദര, അത് പഠിപ്പിക്കുന്നത് ഇസ്ലാമാണ്. ഇസ്ലാമിന്റെ മതം പഠിക്കുന്നിടത്ത് മദ്രസകളാണ് അത് നിങ്ങളെ പഠിപ്പിക്കുന്നത് എന്ന വസ്തുത നിങ്ങൾ മറന്നു പോകരുത്. ലൈസൽ മുഅ്മിനു അല്ലദീ യശ്ബഉ വജാറുഹു ജാഇഉൻ ഇലാ ജംബി. ഒരുവൻ വിശ്വാസിയല്ല എപ്പോൾ അവന്റെ വയറ് നിറയ്ക്കാൻ വേണ്ടി അവൻ പണിപ്പെടുമ്പോൾ തന്റെ അരികത്ത് കിടക്കുന്നവൻ തന്റെ അയൽവാസി പട്ടിണിയിലാണെങ്കിൽ അവൻ വയറ് നിറച്ച് ഭക്ഷണമുണ്ടാൽ അവൻ വിശ്വാസിയല്ലെന്ന് പഠിപ്പിച്ച മതം എവിടെ നിന്ന് പഠിക്കുന്നു? മദ്രസയിൽ നിന്ന് പഠിക്കുന്നു. വലാ തഖ്തുലുൻ നഫ്സല്ലതി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പവിത്രമായി സംരക്ഷിക്കാൻ നിങ്ങളെ ഏൽപ്പിച്ച മനുഷ്യ ജീവൻ, അതിനെ നിങ്ങൾ കൊല ചെയ്യരുത് എന്ന് വിശുദ്ധമായ അവകാശമില്ലാതെ അനർഹമായി കൊല ചെയ്യരുത് എന്ന് മതം പഠിപ്പിക്കുന്നു. ആര് പഠിപ്പിക്കും നിങ്ങളെ ഇത്? മറ്റെവിടെ നിന്ന് പഠിപ്പിക്കും നിങ്ങളെ? വലാ തുഫ്സിദു ഫിൽ അർദ്. മനുഷ്യവർഗമേ, നിങ്ങൾ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കാൻ നിങ്ങൾ ഇറങ്ങിത്തിരിക്കരുത്. നിങ്ങൾക്കതിന് അവകാശമില്ല. നിങ്ങൾ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കരുത്. യാതൊരുവിധ പ്രശ്നത്തിനും നിങ്ങൾ ഇറങ്ങിത്തിരിക്കരുത്. വർഗീയത എന്ന് പറയുന്നത് അത് ഇസ്ലാമിൽപ്പെട്ടതല്ല. വർഗീയതയിലേക്ക് ക്ഷണിക്കുന്നവൻ, വർഗീയതയിലേക്ക് പ്രേരിപ്പിക്കുന്നവൻ, വർഗീയതയുമായി മുന്നോട്ട് പോകുന്നവൻ, അവൻ ഇസ്ലാമുമായി യാതൊരു ബന്ധവുമില്ല എന്ന് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുന്നു. അത് നാം പഠിക്കുന്നത് മദ്രസയിൽ നിന്നാണ്, നമ്മുടെ സ്ഥാപനങ്ങളിൽ നിന്നാണ്, നമ്മുടെ പള്ളികളിൽ നിന്നാണ്. അതുകൊണ്ട് നമ്മുടെ പള്ളികൾ പഠിപ്പിക്കുന്നത് ദീനാണ്, ഒരു വർഗീയതയും പഠിപ്പിക്കുന്നില്ല. തുറന്ന പുസ്തകം പോലെ നമ്മുടെ മുമ്പിൽ തുറന്നു കിടക്കുന്ന ഈ മദ്രസയും മദ്രസയുടെ സിലബസും മദ്രസയുടെ സംവിധാനവും ഏത് ശക്തികൾ ആര് ഏത് കാലത്ത് തകർക്കാൻ വന്നാലും അതിനെ അനുവദിക്കില്ല എന്ന് കൃത്യമായി പറയാൻ നമുക്ക് കഴിയണമെങ്കിൽ സഹോദരങ്ങളെ, നമ്മുടെ മദ്രസയുമായുള്ള നമ്മുടെ ബന്ധം, നമ്മുടെ സമീപനം അത് ക്രിസ്റ്റൽ ക്ലിയർ ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ നാം നമ്മുടെ മക്കളെ എത്ര പേര് നമ്മുടെ മക്കളെയും ചെറുമക്കളെയും മദ്രസയിലേക്ക് കൃത്യമായി പറഞ്ഞയക്കുന്നുണ്ട്? എത്ര പേര് പറഞ്ഞയക്കുന്നുണ്ട്? നമുക്ക് മദ്രസയോടുള്ള നമ്മുടെ കൃത്യമായ നമ്മുടെ ബന്ധം എത്രത്തോളമുണ്ട്? നമുക്ക് അതിന് എത്ര താല്പര്യമുണ്ട്? നാം സ്കൂളുകളിലേക്കും മറ്റ് ട്യൂഷൻ സെന്ററുകളിലേക്കും അവകൾക്ക് കൊടുക്കുന്ന പ്രാധാന്യത്തിന്റെ ഒരു 10% നിങ്ങൾ എന്തുകൊണ്ട് മദ്രസയ്ക്ക് കൊടുക്കുന്നില്ല? എത്രയോ കുട്ടികൾ നമ്മുടെ നാട്ടിൽ, ചെറിയ മക്കൾ നമ്മുടെ നാട്ടിലുണ്ട്, എന്തെല്ലാം പഠിക്കാൻ പോകുന്നു. കരോട്ട പഠിപ്പിക്കാൻ വിടുന്നു, ക്രിക്കറ്റ് കളിപ്പിക്കാൻ വിടുന്നു, ഫുട്ബോൾ കളിപ്പിക്കാൻ വിടുന്നു, മറ്റ് ഏതെല്ലാം കേട്ടിട്ടില്ലാത്ത തരത്തിൽ 6 വയസ്സ് കഴിഞ്ഞ ഉടനെ നിങ്ങൾ അവരെ ക്യാമ്പുകളിലും മറ്റും കൊണ്ടാക്കി എന്തെല്ലാം പഠിപ്പിക്കുന്നു. എന്തുകൊണ്ട് സഹോദര, ദിവസവും നടക്കുന്ന 1-2-1.5 മണിക്കൂർ ക്ലാസ്സിൽ നിങ്ങൾക്ക് ഈ പറയപ്പെടുന്ന മതത്തെ പഠിക്കാൻ, അതിനെ പഠിപ്പിക്കാൻ നിങ്ങളെ മക്കളെ അയക്കാൻ നിങ്ങൾ തയ്യാറാകുന്നില്ല? എന്തുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടത്തോടുകൂടി പറഞ്ഞയക്കാൻ കഴിയുന്നില്ല? പല മക്കളെയും നിങ്ങൾ എന്തുകൊണ്ട് ഇന്നലെ പറഞ്ഞു വിട്ട കാര്യം പഠിച്ചു കൊണ്ടുവന്നില്ല, നിങ്ങൾ എന്തുകൊണ്ട് ഹോംവർക്ക് ചെയ്തില്ല എന്ന് പല വിദ്യാർത്ഥികളെയും വിദ്യാർത്ഥിനികളെയും വിളിച്ചു ചോദിക്കുമ്പോൾ എന്റെ ഉമ്മ പറഞ്ഞു, എന്റെ വാപ്പ പറഞ്ഞു എന്നോട്, അത് മാറ്റിവെക്കുമോനെ, അതല്ല നീ ഇപ്പൊ പഠിക്കേണ്ടത്. നീ പഠിച്ച IAS കാരനാകണമെങ്കിൽ, നീ ഒരു MBBS കാരനാകണമെങ്കിൽ നീ ഇത് പഠിച്ചാലാവില്ല. അതുകൊണ്ട് നീ അത് മാറ്റിവെക്ക്. അത് പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, നാളെ നീ മദ്രസയിൽ പോയില്ലെങ്കിലും അതൊന്നും പ്രശ്നമല്ലല്ലോ. ഈ ദുനിയാവിൽ എന്റെ മകൾ MBBS കാരിയാണ് എന്ന്, എന്റെ മകൻ അവൻ B.Tech കാരനാണ് എന്ന്, അവൻ B.Com കാരനാണ് എന്ന് എനിക്ക് ജനങ്ങളുടെ മുമ്പിൽ അഭിമാനത്തോടു കൂടി പറയണമെങ്കിൽ നീ ഇതല്ല പഠിക്കേണ്ടത്. നീ പഠിക്കേണ്ടത് ഈ സോഷ്യോളജി എടുത്തു വെച്ച് പഠിക്ക്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും സബ്ജക്റ്റുകൾ എടുത്തു വെച്ച് പഠിക്കൂ എന്ന് നിർബന്ധിക്കുന്ന മക്കളെയാണ്, മാതാപിതാക്കളെയാണ് സഹോദരങ്ങളെ മക്കൾ എന്ന ശാപമായി കാണുന്നത്. അവർ പറയുന്നു, പിള്ള മനസ്സിൽ കള്ളമില്ലല്ലോ. അവർ തുറന്നു പറയുന്നു, എന്റെ ഉമ്മ എന്നോട് പറഞ്ഞത് പഠിക്കേണ്ടെന്നാണ്. ഇന്ന് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയോട് ചോദിച്ചപ്പോൾ പോലും കഴിഞ്ഞ ആഴ്ച ആ കുട്ടി പറഞ്ഞത്, എന്റെ ഉമ്മ എന്നോട് പറഞ്ഞത് പഠിക്കണ്ട എന്നാണ്. എന്താ അവരെ പഠിപ്പിക്കുന്നതെന്നറിയോ? നീ മരിച്ചു കിടക്കുമ്പോൾ നിന്നെ മരിച്ച് കിടത്തി മയ്യത്ത് പള്ളിയുടെ മുമ്പിൽ കൊണ്ടുവന്ന് വെച്ച് ആ മകൻ വന്ന് നിന്റെ മുമ്പിൽ നിന്റെ മേൽ മയ്യത്ത് നമസ്കരിക്കാൻ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ കൈകെട്ടിയിട്ട് അല്ലാഹുമ്മ ഗഫിർ ലഹു വറഹംഹു, എന്റെ വാപ്പയ്ക്ക് എന്റെ ഉമ്മയ്ക്ക് പുറത്തു കൊടുക്കല്ല, എന്റെ വാപ്പയോട് കരുണ കാണിക്കല്ല, എന്റെ വാപ്പയ്ക്ക് സ്വർഗം കൊടുക്കല്ല എന്ന് പറയാൻ അത് പഠിക്കാനാണ് പറഞ്ഞു വിട്ടത്. ഉമ്മ പറയുന്നു, അല്ല, നീ അതല്ല പഠിക്കേണ്ടത്, നീ പഠിക്കേണ്ടത് അതല്ല, നീ പഠിക്കേണ്ടത് മറ്റേതാണ്. സഹോദരങ്ങൾ ചിന്തിക്കൂ, എന്റെയും നിങ്ങളുടെ ആരാണ് ഈ മദ്രസകളെ തകർക്കുന്നത്? സംഘപരിവാറുകാരാണോ ഈ മദ്രസയെ തകർക്കുന്നത്? അതോ നമ്മളാണോ ഈ മദ്രസയെ തകർക്കുന്നത്?
പറയുന്നത്. ആർക്കാണ് ഇതിനോട് താല്പര്യമില്ലാത്തത്? ആർക്കാണ് ഇതിന് താല്പര്യമില്ലാത്തത്? ഒരു ഭാഗത്ത് നാം അവരെ കുറ്റം പറയുമ്പോൾ മറുഭാഗത്ത് പറയേണ്ടത് നാം നമ്മെ തന്നെയാണ്. നമ്മളാണ് ഇതിനെ നശിപ്പിക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, അവസാനിപ്പിക്കട്ടെ. ഈ മദ്രസകളോടും പള്ളികളോടും നമുക്ക് കൂറുണ്ടാവേണ്ടതുണ്ട്. നമുക്ക് എന്തെന്നില്ലാത്ത ആത്മാർത്ഥത ഈ പള്ളികളോട് ഉണ്ടാകേണ്ടതുണ്ട്. ഈ പള്ളികളെ തകർക്കാൻ, മദ്രസ സംവിധാനത്തെ തകർക്കാൻ ഒരു ശക്തിക്കും കഴിയില്ല. കഴിഞ്ഞ ദിവസം ഇസ്രായേൽ എന്ന് പറയുന്ന ജൂതരാഷ്ട്രം അവർ ഹമാസിനെയും അതുപോലെ തന്നെ ഹിസ്ബുള്ളയെയും ഇല്ലാതാക്കാൻ വേണ്ടി അവർ പല പദ്ധതികളും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഹമാസിന്റെ തലവനായ യഹ്യാ സിൻവാറിനെ കൊലപ്പെടുത്തി എന്നവർ പറയുന്നു. അള്ളാഹു അദ്ദേഹത്തിന് ഷഹീദിന്റെ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, അതിനു മുമ്പ് അവർ കൊലപ്പെടുത്തി ഇസ്മായിൽ ഹനിയയെ, അതിനു മുമ്പ് അവർ കൊലപ്പെടുത്തി ഖാലിദ് മിഷ്അലിനെ. ഇവരെയൊക്കെ കൊലപ്പെടുത്തി എന്നതിന്റെ പേരിൽ ഹമാസ് തകർന്നു പോയോ? ഫലസ്തീൻ ഇല്ലാതായി പോയോ? ഈ നാടില്ലാതെയായി പോയോ? ഹിസ്ബുള്ള തകർന്നു പോയോ? ഇല്ല. ഇവരെ ഒന്നും തകർക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. മുഅത്തത്ത് യുദ്ധത്തിലേക്ക് ഒരു പോസ്റ്റ് കണ്ടിരുന്നു. മുഅത്തത്ത് യുദ്ധത്തിലേക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തിനെ പറഞ്ഞയക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഈ കൊടി പിടിക്കേണ്ടത് സെയ്ദ് ഇബ്നു ഹാരിസയാണ്. സെയ്ദ് ഇബ്നു ഹാരിസ ഷഹീദായാൽ അടുത്ത കൊടി പിടിക്കേണ്ട സഹാബിയെയും ഏൽപ്പിച്ചു ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു. അദ്ദേഹം വഫാത്തായാൽ അടുത്ത ആളിനെ ഏൽപ്പിക്കണമെന്ന് പറഞ്ഞു. അടുത്ത ആളിനെ ഏൽപ്പിച്ചു. സഹോദരങ്ങളെ, പിന്നീട് പറഞ്ഞു ഇവർ 3 പേരും ഷഹീദായാൽ പിന്നെ നിങ്ങൾ തീരുമാനിച്ചോളൂ അടുത്തയാളിനെ എന്ന്. അവർ ഖാലിദ് ഇബ്നു വലീദിനെ തെരഞ്ഞെടുത്തു. സഹോദരങ്ങളെ, അടുത്ത ഖാലിദ് ഇബ്നു വലീദുമാരുണ്ടായിക്കൊണ്ടേയിരിക്കും. ഖാലിദ് ഇബ്നു വലീദിലൂടെ മുഅത്തത്ത് യുദ്ധം വിജയിച്ചടക്കിയെങ്കിൽ ഇൻഷാ അല്ലാഹുൽ അസീസ് ഈ പ്രസ്ഥാനം വിജയിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് നമ്മളാരും ഇതൊക്കെ കണ്ട് തകർന്നു പോകരുത്. നാം ഈ ദീനിനോടും ദീനിന്റെ സ്ഥാപനങ്ങളോടുമുള്ള കൂറ് മെച്ചപ്പെടുത്തിക്കൊണ്ടേയിരിക്കണം. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. നമ്മുടെ പള്ളികളോട് ഞാൻ കഴിഞ്ഞ ആഴ്ച നിങ്ങളോട് ഇവിടെ നമ്മുടെ അസീസായ മുൻ പ്രസിഡന്റ് അദ്ദേഹം നിങ്ങളോട് ഈ പള്ളിയുടെ ആവശ്യങ്ങളെ പറ്റി, ഈ പള്ളിയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളെ പറ്റി വളരെ വ്യവസ്ഥാപിതമായി നിങ്ങളോട് സംസാരിച്ചു. സഹോദരങ്ങളെ, ഒരുപാട് പേര് സഹകരിക്കാറുണ്ട്. വലിയൊരു സഹോദരൻ സഹകരിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. ഷറഫുദ്ദീൻ എന്ന് പറയുന്ന സഹോദരൻ, അദ്ദേഹത്തിന്റെ സഹോദരൻ ഇവിടെ നിന്ന് ഈ കൃത്യമായി കാര്യങ്ങൾ കേൾക്കുകയും മനസ്സിലാക്കുകയും അത് ആവശ്യമാണെന്ന് തിരിച്ചറിയുകയും ചെയ്തപ്പോൾ ഗൾഫിൽ നിന്ന് ഷറഫുദ്ദീൻ എന്ന സഹോദരനുമായി സംസാരിച്ചു. ഇങ്ങനെ പള്ളിക്ക് ഒരു ആവശ്യമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം 25,000 രൂപ ഉടനെ തന്നെ പള്ളിക്ക് സംഭാവന ചെയ്തു. അല്ലാഹുവേ, നീ സ്വീകരിക്കണേ റഹ്മാനെ. ആ ഇഖ്ലാസുള്ള അമലാക്കി നീ കബൂലാക്കണേ അല്ലാഹുവേ. എന്തുദ്ദേശത്തിലും എന്ത് ലക്ഷ്യത്തിലുമാണോ അദ്ദേഹം ഈ പള്ളിക്ക് വേണ്ടി ഈ സംഭാവന ചെയ്തത്, റബ്ബേ നീ സ്വീകരിച്ചു, നീ കബൂലാക്കി. അദ്ദേഹത്തിന്റെ എല്ലാ ജീവിത പ്രയാസങ്ങളും മാറ്റി ജീവിതത്തിൽ ഐശ്വര്യവും ബറക്കത്തും പ്രദാനം ചെയ്ത് മരണപ്പെട്ടു പോയ വാപ്പ ഉമ്മയ്ക്ക് നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകി സ്വർഗ്ഗം നൽകിയ വാപ്പയും ഉമ്മയെയും അല്ലാഹുവേ വിട്ടിട്ട് പോയ മക്കളെ കുടുംബക്കാരെ ഓർത്ത് സന്തോഷിക്കാനുള്ള എല്ലാ അവസ്ഥയും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മളെല്ലാവരോടുമായാണ് ഈ പറഞ്ഞത്. അതുകൊണ്ട് നമ്മുടെയൊക്കെ ആവശ്യമാണ്, നാം നിർബന്ധമായി സഹകരിക്കേണ്ടതാണ് പള്ളിയുമായി ബന്ധപ്പെട്ട ഈ വിഷയം നിങ്ങളോട് പറയുമ്പോൾ. അതുകൊണ്ട് നിങ്ങളോട് വീണ്ടും ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തട്ടെ ഈ പള്ളിയുടെ വിഷയം. അൽഹംദുലില്ലാഹ്, നിങ്ങൾ നോക്കൂ, നിങ്ങളൊന്ന് പുറകിലേക്ക് ഇറങ്ങി പോകുമ്പോൾ ഒന്ന് നോക്കിയിട്ട് പോകൂ. എവിടെയാണ് ഈ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് ഉസ്താദുമാർക്ക് വേണ്ടി അവിടെ സംവിധാനിച്ചിരിക്കുന്ന ഏകദേശം 5 റൂമുകൾ എത്ര മനോഹരമായി. ഇന്നലെ വൈകിട്ട് ഞാൻ വീട്ടിൽ നിന്ന് മഗ്‌രിബിന്റെ സമയത്ത് ഇവിടെ കയറി വന്നപ്പോൾ എന്തെന്നില്ലാത്ത സന്തോഷം എന്റെ മനസ്സിൽ നിന്ന് ഉടലെടുത്തു. എന്താണ്, ഞാനൊരു പാലുകാച്ചി വീട്ടിലേക്ക് കയറി വരുന്നൊരു ഫീൽ, ഒരു പാലുകാച്ചി വീട്ടിലേക്ക് കയറി വരുന്ന ഫീൽ. എത്ര മനോഹരമായി സംവിധാനിച്ച്, ഒരു കുറവും വരുത്താതെ എല്ലാം പുതിയ സാധനങ്ങൾ കൃത്യമായി നിങ്ങൾ കയറി നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര മനോഹരമായി അതിനെ ക്രമീകരിച്ചിരിക്കുന്നു എന്ന്. അല്ലാഹുവേ, ഇതിന്റെ പിന്നിൽ പരിശ്രമിച്ചവരാരൊക്കെയുണ്ടോ നീ കബൂലാക്കണേ അല്ലാഹുവേ. നമുക്ക് ദുആ ചെയ്യൽ മാത്രമാണ് കഴിയുക സഹോദര. വഅമ്മാ ബിനിഅമത്തി റബ്ബിക ഫഹദ്ദിസ്. എന്തുകൊണ്ട് ഞാൻ ഇത്ര വാചാലനാകുന്നു എന്ന് ഈ വിഷയത്തിൽ ചോദിച്ചാൽ വിശുദ്ധ ഖുർആൻ പറഞ്ഞത് തന്നെയാണ്. വഅമ്മാ ബിനിഅമത്തി റബ്ബിക ഫഹദ്ദിസ്. അല്ലാഹു തന്ന അനുഗ്രഹങ്ങളെ എടുത്തു പറയൂ, അത് വീണ്ടും വീണ്ടും കിട്ടാൻ കാരണമാണ് എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞതുകൊണ്ടാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, അതിന്റെ പിന്നിൽ പരിശ്രമിച്ച നമ്മുടെ ഈ ബിൽഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ അസീസ് സാഹിബ്, ഈ ബിൽഡിംഗ് കമ്മിറ്റിയുടെ കൺവീനറായ സയ്യിദ് അലി സാഹിബ്, ഞാൻ അവരെ പേരെടുത്ത് പരാമർശിക്കട്ടെ. എത്ര ദിവസം ഞാൻ ഇവിടെ ഉണ്ടാവുന്നു അത്രയും ദിവസം ഞാൻ വേറെ ഇരുത്തിക്കൊണ്ട് ഒരു പേരിനും പ്രശംസക്കും പറയുന്നതല്ല. അവരവരുടെ തൊഴിലുകൾ, അവരുടെ ജോലികൾ, അതിന്റെയൊക്കെ ഇടയിലും ഇന്നലെ നമ്മുടെ അസീസ് സാഹിബിനെ കുറിച്ച് പറയുന്നത് കേട്ടു. 8
9 പ്രാവശ്യം അദ്ദേഹത്തിന്റെ ജോലി തിരക്കുകൾക്കിടയിൽ ഇവിടെ വന്നു. ഞാൻ ആരെയും പൊക്കി പറയുന്നതല്ല, പക്ഷേ അള്ളാഹുവിന്റെ പള്ളിക്ക് വേണ്ടി ആര് പ്രവർത്തിച്ചാലും വല്ലാഹി തമ്പുരാനാണ് സത്യം, വല്ലാഹി സത്യം, അത് അവർക്ക് ദുനിയാവിൽ ഒരു കുറവും വരുന്നില്ല. ദുനിയാവിൽ അള്ളാഹു ഉയർച്ച നൽകും, നാളെ പരലോകത്തിലും ഉയർച്ച നൽകും. അവർ ശാരീരികമായി ഓടി നടക്കുന്നു, സാമ്പത്തികമായി സഹായിക്കുന്നു. അവരുടെ പിന്നിൽ കമ്മിറ്റിക്കാരായ സഹോദരങ്ങളെ പേരെടുത്താരെയും ഞാൻ പറയേണ്ടതില്ലല്ലോ. ഈ കമ്മിറ്റിക്കാരായ ആരെ കൊണ്ടോ അവരൊക്കെ പിന്തുണ കൊണ്ട്, ഒരു വാക്കുകൊണ്ട്, അവരുടെ പരിശ്രമം കൊണ്ട് അവരിതിന്റെയൊക്കെ പിന്നിൽ ഇത് എത്രയും പെട്ടെന്ന് നടന്നു കാണുമെന്ന ആഗ്രഹത്തിൽ ഇതിന്റെ പിന്നിൽ ഓടി നടന്ന നമ്മുടെ സെക്രട്ടറി നാസർ സാഹിബ് അടക്കം, ആരിഫ് സാഹിബ് അടക്കമുള്ള, അജി സാഹിബ് അടക്കമുള്ള എല്ലാവരും, അതിനുപരി നമ്മുടെ ഷമീർ ഉസ്താദ് അടക്കം, അള്ളാഹു അദ്ദേഹത്തിനൊക്കെ അർഹമായ പ്രതിഫലം നൽകട്ടെ. ഒരു ഉസ്താദ് എന്ന കുപ്പായമൊക്കെ അഴിച്ചു മാറ്റിയിട്ട് ഇന്നലെ ഞാൻ വരുമ്പോൾ ഇവിടെ വെറും ഒരു പൈജാമയും വിട്ട്, ഇവിടെ ഒരു ബനിയനും വിട്ട് അവിടെ നിന്ന് തുടയ്ക്കുന്നു, തറയിൽ നിന്ന് മുട്ടുകുറ്റി തുടയ്ക്കുന്നത് കണ്ടപ്പോൾ ഞാനൊക്കെ ആലോചിച്ചു പോയി, അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്ന ദീനിന്റെയും ഇൽമിന്റെയും പവർ എത്രയാണ് എന്ന്. എത്രത്തോളം മനുഷ്യന് അറിവ് കൊണ്ട് താഴ്മയിൽ നിന്ന് താഴ്മയിലേക്ക്, വിനയത്തിൽ നിന്ന് വിനയത്തിലേക്ക് മനുഷ്യന് പോകാൻ കഴിയുമെന്നതിന്റെ അടയാളമാണ്. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. ഈ പരിശ്രമങ്ങളുടെ എല്ലാം ഫലം അള്ളാഹുവെ ആരെല്ലാം ഒരു വാക്കുകൊണ്ട്, പുഞ്ചിരി കൊണ്ട് ഇതിനെ ഇത്ര മനോഹരമാക്കാൻ വേണ്ടി പരിശ്രമിച്ചു, അവരെയൊക്കെ മനസ്സ് നിനക്കറിയാം റബ്ബേ. അവരെത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് നിനക്കറിയാം റഹ്മാനെ. അവരെത്ര സാമ്പത്തികമായി ചെലവഴിച്ചിട്ടുണ്ട് എന്ന് നിനക്കറിയാം റഹ്മാനെ. അവർ ഒരാളുടെയും തൃപ്തിയോ ഒരാളുടെയും മറ്റൊന്നും ആഗ്രഹിക്കാതെ ഇതിന്റെ പിന്നിൽ പരിശ്രമിച്ചതിന്റെ ഫലമാണ്. അള്ളാഹുവെ നീ കബൂലാക്കണേ. അള്ളാഹുവെ എല്ലാം നിന്നിൽ ഏൽപ്പിക്കുകയാണ്. നീ അവർക്ക് അർഹമായത് എത്രയാണോ അത് നമുക്കറിയില്ല. അവരുടെ ഇഖ്ലാസിനനുസരിച്ച്, അവരുടെ നീയത്തിനനുസരിച്ച് നീ ദുനിയാവിലും ആഖിറത്തിലും ഏറ്റി കൊടുത്ത ആഫിയത്തും ആരോഗ്യവും ദുനിയാവിലും ആഖിറത്തിലും നൽകണേ എന്ന് ഈ വൈകിയ വേളയിലും ഞാൻ ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മെ സ്വീകരിക്കുമാറാവട്ടെ. അതുകൊണ്ട് അതിന്റെ പേരിൽ സഹായിച്ചവരാണ് നിങ്ങളൊക്കെയും. നിങ്ങളുടെയൊക്കെയും സഹായത്തോടെയും സഹകരണത്തോടെയുമാണ് അൽഹംദുലില്ലാ അവർക്കൊക്കെ പ്രചോദനമാകാൻ കഴിഞ്ഞത്. അവരൊക്കെ ഇതിലേക്ക് ഇറങ്ങി തിരിച്ചത് നിങ്ങൾ കൂടെ ഉണ്ടാകുമെന്ന ഉറപ്പോട് കൂടിയാണ്. ഇതുവരെ നിങ്ങൾ കൂടെ ഉണ്ടായിരുന്നു, പക്ഷേ ഇനി താഴെയുള്ള പണി നിങ്ങൾ കണ്ടുവല്ലോ, എത്ര മനോഹരമായിരിക്കുന്നു എന്ന് ഇപ്പോൾ തന്നെ. അപ്പോൾ അതിന്റെ പണി പൂർത്തിയായി വരുമ്പോൾ നമ്മുടെ പള്ളി, നമ്മുടെ മസ്ജിദ് എത്ര വിശാലമായി വിശ്വാസികൾക്ക് വേണ്ടി തുറന്നു കൊടുക്കാൻ കഴിയും. അതുകൊണ്ട് നമ്മൾ ഇനിയും സഹകരിക്കണം. നമ്മുടെ നിസ്വാർത്ഥമായ സഹകരണവും ആത്മാർത്ഥമായ പരിഗണനയും നമ്മുടെ വീടിനേക്കാൾ ഉപരി ഈ ദീനിനോടും ദീനിന്റെ പ്രസ്ഥാനങ്ങളോടും ദീനി സ്ഥാപനങ്ങളോടും ഉണ്ടാകണം സഹോദരങ്ങളെ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് സാമ്പത്തികമായി കഴിയുന്നവർ ഇനിയും നിങ്ങൾ സഹായിച്ചു കൊണ്ടേയിരിക്കണം. അള്ളാഹു നിങ്ങളെ സഹായിക്കട്ടെ. നിങ്ങൾ ചെലവഴിച്ചാൽ അൻഫിഖ് യബ്ന ആദം യുൻഫഖ് അലൈഹി, നിങ്ങൾ അള്ളാഹുവിന്റെ വഴിയിൽ ചെലവഴിച്ചാൽ നിങ്ങൾക്ക് അള്ളാഹു വീണ്ടും തരും. വലാ തഖ്ശ മിൻ ദിൽ അർശി ഇഖ്ലാല, അർശിന്റെ ഉടമസ്ഥനിൽ നിന്നും ഒരു കുറവിനെയും നിങ്ങൾ ഭയപ്പെടരുത്. അള്ളാഹു വീണ്ടും തന്നുകൊണ്ടിരിക്കും. സംശയമുണ്ടെങ്കിൽ ചെലവഴിക്കുന്ന വ്യക്തിയോട് ചോദിച്ചാൽ മതി. യൂസുഫ് അലിയോടും അവരോട് ഒന്നും നിങ്ങൾ പോയി ചോദിക്കേണ്ടതില്ല. അവർ ചെലവാക്കുന്നതനുസരിച്ച് വീണ്ടും കിട്ടുന്നു. നമ്മുടെ നാട്ടിൽ തന്നെയുണ്ട് ചെലവാക്കുന്ന എത്രയോ സഹോദരങ്ങൾ. അവരോട് ചോദിച്ചു നോക്കൂ, ചെലവാക്കിയത് കൊണ്ട് എന്തെങ്കിലും കുറവ് സംഭവിച്ചോ എന്ന്. ഒരാളും പറയില്ല എന്റെ സമ്പത്ത് അള്ളാഹുവിന്റെ ദീനിന്റെ വഴിയിൽ കൊടുത്തു എന്നതിന്റെ പേരിൽ കുറഞ്ഞു പോയി എന്ന്. അതുകൊണ്ട് കുറയില്ല സഹോദര, അള്ളാഹുവിന്റെ ദീനിന്റെ വഴിയിൽ ചെലവാക്കി അള്ളാഹു സ്വീകരിക്കട്ടെ. ഒരു 5 മിനിറ്റ് അധികം എടുത്ത് അള്ളാഹ് ഈ ആവശ്യമായ കാര്യം, ഇത് അത്യാവശ്യമാണ് പറയണമെന്നുള്ളത് കൊണ്ട് നമ്മുടെ എല്ലാം സഹകരണം അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. നിങ്ങൾ എല്ലാവരും എത്തുന്നത് വളരെ കുറഞ്ഞ ആളുകൾ മാത്രമാണ് നമ്മുടെ പ്രസംഗം തുടങ്ങുമ്പോൾ ഇവിടെ ഉണ്ടായിരുന്നത്. സഹോദരങ്ങളെ, ആർക്ക് വേണ്ടിയാണ് ദീൻ പറയുന്നത്? ഞാൻ ഈ പറഞ്ഞല്ലോ, നമ്മെ തകർക്കുന്നത് നമ്മൾ തന്നെയാണ്. പുറത്തുനിന്ന് ഒരു ശത്രുവും നമ്മെ തകർക്കുന്നില്ല, നമ്മൾ തന്നെയാണ്. എന്തുകൊണ്ട് ഈ വെള്ളിയാഴ്ച ഒരു ദിവസമെങ്കിലും ഖുർആൻ പറഞ്ഞല്ലോ, ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅത്തി ഫസ്ഔ ഇലാ ദിക്രില്ലാഹ്. വെള്ളിയാഴ്ച ദിവസം നിങ്ങളെ ക്ഷണിക്കപ്പെട്ടാൽ നിങ്ങൾ എല്ലാം മാറ്റിവെച്ച് അള്ളാഹുവിലേക്ക് വരാൻ അള്ളാഹുവിന്റെ കൽപ്പനയാണ്. നിങ്ങൾ കട അടയ്ക്കൂ എന്ന് വിശുദ്ധ ഖുർആന്റെ കൽപ്പനയാണ്. അതിനുശേഷം നിങ്ങൾ സമ്പാദിക്കുന്ന മുതലിൽ നിങ്ങൾക്ക് അർഹതയുണ്ടോ എന്ന് നിങ്ങൾ തന്നെ ചിന്തിക്കൂ. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പള്ളിയോടും പള്ളിയുടെ ഓരോ ഇവിടെ നടക്കുന്ന പ്രവർത്തനങ്ങളോടും നിങ്ങളുടെ ആത്മാർത്ഥമായ സഹകരണം ഉണ്ടാകണം. അള്ളാഹു കബൂലാക്കട്ടെ, സ്വീകരിക്കട്ടെ. രോഗിയായ ഒരു സഹോദരിക്ക് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞു, ക്യാൻസർ സഹോദരി. അവർക്ക് മാറ്റം കൊണ്ട് നമ്മളൊക്കെ ദുആ ചെയ്ത് അള്ളാഹു ഇനിയും പൂർണ്ണ ആരോഗ്യവും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആരൊക്കെ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തോ, സഹായിച്ചോ, സഹകരിച്ചോ എല്ലാവരെയും അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.